സാധനം എവിടെ കണ്ടാലും ഞാൻ മിസ് ചെയ്യാറില്ല. കല്ലുമ്മക്കായ്, കടുക്ക, അങ്ങനെ പല പേരുമുണ്ട്. ഇന്ന് എന്തായാലും ഇത് വെച്ചിട്ട് നമുക്കൊരു റോസ്റ്റ് തയ്യാറാക്കാം. ആദ്യം നമുക്കിത് മസാല പുരട്ടി വെക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരിത്തിരി വിനെഗറും ആഡ് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കടുക്ക നമുക്ക് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അറ്റ്ലീസ്റ്റ് 1 ഹവറെങ്കിലും വെക്കണം. 2 ഹവർ വെച്ചാൽ അത്രയും നല്ലത്. ഇനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടുക്ക നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വല്ലാതെ മൊരിയേണ്ട. മസാലയിൽ നമുക്ക് വീണ്ടും ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാവും. അതിലോട്ട് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച സ്മെല്ലുണ്ടല്ലോ, അത് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വല്യുള്ളി ആഡ് ചെയ്യാം. വല്യുള്ളി ഞാനൊരു 2 വലിയ വല്യുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇങ്ങനെ അടച്ച് വെക്കാം കേട്ടോ. ഇനി ബ്രൗൺ കളർ ആയ ശേഷം നമുക്കതിലോട്ട് ആവശ്യത്തിന് തക്കാളി ആഡ് ചെയ്യാം. ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഇനി ഉടഞ്ഞു വന്ന തക്കാളിയിലിട്ട് നമുക്ക് ഇനി മസാലപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ഇട്ടിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ ഒരിത്തിരി ഗരം മസാല ആഡ് ചെയ്യാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ് ആഡ് ചെയ്യാം. കല്ലുമ്മക്കായ് ആഡ് ചെയ്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ഓഫ് ചെയ്യാം. നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കും.